السلام عليكم ورحمة الله تعالى وبركاته. إلى حضرة نبينا محمد مصطفى صلى الله عليه وسلم وإلى الأنبياء والأولياء والعلماء والزهاد والصالحين، خصوصا إلى حضرة البدريين واللحديين والخندقين والخيبريين، وإلى حضرة خواجة معين الدين جستي الأجميري قدس الله سره العزيز، وابنه فخر الدين بابا السلواري قدس الله سره العزيز، وابن ابنه أسام الدين سامباري قدس الله سره العزيز، وإلى حضرة جدي علي القطب اللاهدل قدس الله سره العزيز، وإلى حضرة من ماتوا منا من آبائنا ومن أمهاتنا ومن أزواجنا ومن إخواننا ومن أخواتنا ومن أحبابنا. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في اللقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ നമ്മിൽ നിന്ന് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അസ്ഹാബുൽ ബദറിന്റെ ഹുളൂറും അവിടുത്തെ ഹിമായത്തും ഹിഫ്ളും ഒക്കെയുള്ള നല്ല സദസ്സാക്കി അല്ലാഹു നമ്മുടെ ഈ സദസ്സും മറ്റു സദസ്സുകളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് മാത്രം ഇൻഷാ അല്ലാഹ്. ഇനി ദീർഘമായ ഒരു പ്രഭാഷണത്തിന്റെ സമയമായി എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാവരും ഭക്ഷണത്തിലാണ്. അതുകൊണ്ട് ഏതായാലും നേരത്തെ ഇരുന്ന ആളുകൾ എണീറ്റാലാണ് നമുക്ക് അവിടെ ഇരിക്കാൻ കഴിയുള്ളൂ. അതുവരെ നിങ്ങൾ ഇരുന്നാൽ മതി. ഒരു സമാധാനത്തിന് പറഞ്ഞാൽ ഭക്ഷണ ഹാജറായാൽ പിന്നെ നിസ്കാരത്തിന് വരെ അഫുവുണ്ട്. പിന്നെപ്പോ ഇവിടെ ഇനിയൊരു പ്രഭാഷണത്തിന്റെ ആവശ്യം പിന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വില വെറുതെ കളയണ്ടല്ലോ. നിങ്ങൾ എന്തെങ്കിലും എണീക്കുന്ന ഉറപ്പാണ്. ഭക്ഷണം കണ്ടാൽ പിന്നെ മുത്തനൂർ തങ്ങളൊന്നൊരു വിഷയമായി മാറൂല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മറന്റെ അപ്പുറത്തുള്ള കലാപരിപാടി കഴിയുന്നത് വരെ മാത്രം ഇവിടെ ഇരിക്കുക. അള്ളാഹു എല്ലാ അർത്ഥത്തിലും അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങള് ഗരീബ് നവാസ്, പാവങ്ങളുടെ അത്താണിയാണ്. ആ പാവങ്ങളെ ചേർത്ത് പിടിക്കുക എന്ന നിലയിൽ ഈ വർഷം ഇവിടെ അജ്മീർ ഉറൂസ് നടത്തിയപ്പോ അൽഹംദുലില്ലാഹ് സന്തോഷത്തോടുകൂടെ 4 കുടുംബങ്ങൾക്ക് അൽഹംദുലില്ലാഹ് ഈ സദസ്സ് വലിയ സാക്ഷിയായിരിക്കുകയാണ്. അള്ളാഹു അവരുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു റാഹത്ത് നൽകുമാറാകട്ടെ. അതിനുവേണ്ടി വലിയ സഹായങ്ങൾ നൽകി ഈ പാവപ്പെട്ട കുടുംബത്തിനെ ആവശ്യമാകുന്ന ആഭരണങ്ങൾ നൽകാൻ വേണ്ടി സഹായിച്ച ധാരാളം ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇത് ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ വലിയ ഒരു പ്രവർത്തനമാണ്. ലക്ഷക്കണക്കിന് ആളുകളെ
ബഹുമാനപ്പെട്ട ഹാജാ തങ്ങൾ നല്ല വഴിയിലേക്ക്, പ്രകാശത്തിന്റെ വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ അവിടുത്തെ നല്ല പ്രവർത്തനങ്ങളാണ്. അൽഹംദുലില്ലാഹ് നമ്മൾ ഈ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് അതിന് എല്ലാ ആളുകളും സാക്ഷിയായിരിക്കുകയാണ്. അതായിരുന്നു ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളുടെ വലിയ ഒരു അത്ഭുതമുള്ള പ്രവർത്തനങ്ങൾ. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ അവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണം ഒരു പ്രയാസവുമില്ല. ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളുടെ ഹദ്റത്തിലെത്തിയ ആളുകൾക്ക് വളരെ സന്തോഷകരമായ രൂപത്തിൽ അൽഹംദുലില്ലാഹ് നാം അറിയാതെ അവിടെ ഭക്ഷണങ്ങൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കും. ഒരു പ്രത്യേകമായ ഒരു ചെമ്പും ആ ചെമ്പ് ഏറ്റിക്കൊണ്ടുവരാൻ ഒരു പ്രത്യേകമായ കയറും അത് ഏറ്റാൻ 2 ആളുകളും ഒരു കമ്പുമൊക്കെ ആയി വരുന്നത് ഒരു പഴയ ഒരു സിസ്റ്റം തന്നെയാണ്. അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാഹ് ഇനി ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളുടെ പേരിൽ പ്രിയപ്പെട്ട സുഖൈഫിക്ക് ഇൻഷാ അല്ലാഹ് സ്വന്തമായി ഒരു സ്ഥലം ഹാജാ തങ്ങളുടെ പേരിൽ തന്നെ എടുത്ത് അവിടെ അൽഹംദുലില്ലാഹ് വിശാലമായി നടത്തണമെന്ന ഒരു ആഗ്രഹമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അത് പൂർത്തീകരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഇപ്പോഴും വളരെ സന്തോഷത്തോടുകൂടെ ഇവിടെയുള്ള മുഴുവൻ ആളുകളുടെയും വലിയ സഹായ സഹകരണത്തോടുകൂടെയാണ് ഇവിടെ നടക്കുന്നത്. ഈ മജ്‌ലിസ് നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് കൂറത്തങ്ങൾ ഉപ്പാപ്പ എപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട്. അള്ളാഹു അവിടുത്തെ ഖബറിലേക്ക് ഈ മജ്‌ലിസിന്റെ സവാബ് അള്ളാഹു എത്തിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സുന്ദരമായ മദ്രസ പലപ്പോഴായി 2-3 മജ്‌ലിസുകളിൽ നിന്ന് ഇതിൽ നിന്ന് ഉപയോഗപ്പെടുത്തി ഈ നാടിന് വേണ്ടി അൽഹംദുലില്ലാഹ് സമർപ്പണം നടത്തിയത് ഉൾപ്പെടെ ധാരാളം നല്ല പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് ഒരു തുടക്കം എന്ന നിലയിൽ കുറച്ച് സ്ഥലം, ഒരു 10 സെന്റ് സ്ഥലം വാങ്ങി അതിൽ റാഹത്തോടുകൂടി അൽഹംദുലില്ലാഹ് ഒരു വിശാലമായ രൂപത്തിൽ തന്നെ ഈ മജ്‌ലിസുകൾ നടത്തണം. അത് എവിടെയാണോ അള്ളാഹു കണക്കാക്കിയത് ഇൻഷാ അല്ലാഹ് അവിടെ അത് നടക്കും. അള്ളാഹു അതിനുള്ള വഴികളൊക്കെ അള്ളാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. എല്ലായിടങ്ങളിലും ദീനീ ദഅവത്തുകൾ നടക്കണം. പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും ഒക്കെ വരണം. അത് എല്ലാ ഗ്രാമങ്ങളിലുമൊക്കെ വേണം. ഈ കർണാടകയുടെ തന്നെ നോർത്ത് കർണാടകയിലുമൊക്കെ ധാരാളം ഇസ്ലാമികമായ ഒരു വെളിച്ചവും ഇല്ലാത്ത എത്രയോ ഭാഗങ്ങളുണ്ട്. ഈയിടെയായി ഞാൻ നോർത്ത് കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ യാത്ര നടത്തിയപ്പോൾ അവിടെ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളെയും തിരിച്ചറിയാതെ ഭാവത്തിലോ രൂപത്തിലോ സ്വഭാവത്തിലോ ഒന്നും തിരിച്ചറിയാതെ ഒരു മതപഠനവും ഇല്ലാതെ കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. അവിടെ ഒരു മരത്തിന് ഈ സ്റ്റേജ് പോലെ കെട്ടുകെട്ടി ആ സ്റ്റേജ് ആ കെട്ടിനെ ഇങ്ങനെ തവാഫ് ചെയ്യുന്ന ഒരു ഇബാദത്ത് അവിടെ അമുസ്ലിമീങ്ങളാകുന്ന ആളുകൾ നടത്തി വരുന്നു. ഇത് കണ്ടുകൊണ്ട് മുസ്ലിമീങ്ങളാകുന്ന ആളുകളും വേറെ ഒരു മരം തെരഞ്ഞെടുത്തു. ആ മരത്തിന് ഒരു കെട്ടുകെട്ടിയിട്ട് അവര് ഇബാദത്ത് ചെയ്യണം, ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. ഈ തവാഫ് ചെയ്യുമ്പോൾ മുസ്ലിമും അമുസ്ലിമും തിരിച്ചറിയാൻ ഈ മരത്തിന്റെ മുകളിൽ ചുവന്ന കൊടി കെട്ടിയാൽ അത് അമുസ്ലിമീങ്ങളെ തവാഫാണ്, പച്ചക്കൊടി കെട്ടിയാൽ അത് മുസ്ലിമീങ്ങളുടെ തവാഫുമാണ്. അതിനവർ വിളിച്ചു പോരുന്ന ഒരു പേരുണ്ട്, മഹബൂബെ സുബ്ഹാനി കട്ട. കട്ട എന്ന് പറഞ്ഞാൽ കെട്ട്. മെഹബൂബെ സുബ്ഹാനി കട്ട എന്നാണ് അവർ അതിനെ പറയാ. ഇങ്ങനെയുള്ള ഒരുപാട് ഭാഗങ്ങൾ ഇവിടെ നിന്നും 200-300 കിലോമീറ്ററുകളൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവിടെയെല്ലാം കാണാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള മജ്‌ലിസുകളും അതുപോലെ പ്രവർത്തനങ്ങളുമൊക്കെ ഇതുപോലെ കർണാടകയുടെ ഒരുപാട് ഭാഗങ്ങളിൽ ഇൻഷാ അല്ലാഹ് നടത്താനുണ്ട്. ഞാനിപ്പോൾ അതിന്റെ ഭാഗമായി ഹാവേരിയിൽ ഒരുപാട് ദഅവത്ത് നടക്കുന്ന പ്രിയപ്പെട്ട മുസ്തഫ നഈമി സഖാഫി ഇവരൊക്കെ കൂടെ ഞാൻ ഗൾഫിൽ പോവുകയും ഇതിന്റെ ആവശ്യമായി അക്ഷര സഞ്ചാരം എന്ന നിലയിൽ 10ാം വാർഷികം നടത്തുമ്പോൾ അതിന്റെ ഭാഗമായി ദുബായിലും അബുദാബിയിലും ഷാർജയിലുമൊക്കെ പരിപാടിയിൽ കഴിഞ്ഞ മാസം പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ഇൻഷാ അല്ലാഹ് നമ്മളെ പ്രവർത്തനങ്ങൾ നിർത്താൻ ആയിട്ടില്ല. ഇതുപോലെയുള്ള ഭാഗങ്ങളിൽ ഞാൻ ചെന്നുകൊണ്ട്
ഇസ്ലാമികമായ ദഅവത്ത് നടത്തി ആളുകളെ ഇപ്പോഴും വെളിച്ചമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് വെളിച്ചം എത്തിച്ചു കൊടുത്ത് ആളുകളെ അൽഹംദുലില്ലാഹ് നല്ല വഴിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരണം. ബഹുമാനപ്പെട്ട ഖാജ തങ്ങളുടെ വലിയൊരു പ്രവർത്തനം അതാണ്. ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ ഇസ്ലാമികമായ ദഅവത്ത് ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകളെ അവിടുത്തെ നല്ല സ്വഭാവത്തിലൂടെ ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ അടുപ്പിച്ചു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഖാജ തങ്ങളുടെ മകനാണ് ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ തങ്ങൾ. ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ തങ്ങളും ഖാജ തങ്ങളും രണ്ടും രണ്ട് റൂട്ടാണ്. ഫഖ്റുദ്ദീൻ തങ്ങൾ കുറച്ച് ചൂടൊക്കെ ഉള്ള ആളാണ്, കുറച്ച് ചൂട്. പള്ളിയിലെ ഒരാൾ അപ്പൊ അതുകൊണ്ട് ഖാജ തങ്ങൾ പറഞ്ഞു, വാപ്പ പറഞ്ഞു, മോനെ ഞങ്ങൾ രണ്ടാൾ ഒരു സ്ഥലത്ത് വേണ്ടത് കുറച്ച് അപ്പുറത്ത് പോയി ദഅവത്ത് ചെയ്തു. അതുകൊണ്ട് ഖാജ തങ്ങളുടെ മകൻ സെൽവാർ ഷരീഫ്, ഷരീഫ് എന്ന് പറഞ്ഞ ആദരവ് കൊണ്ട് അവരെ വിളിക്കുന്ന പേരാണ് ഷരീഫ്. അജ്മീർ ഷരീഫ്. മദീനയെ കുറിച്ച് നമ്മൾ ആദരവ് കൊണ്ട് മദീനത്തുൽ മുനവ്വറ എന്നാണ് വിളിക്കാറുള്ളത്. ത്വരീഖ് മദീനത്തുൽ മുനവ്വറ. മക്കയെ കുറിച്ച് നമ്മൾ ആദരവ് കൊണ്ട് മക്കത്തുൽ മുകറമ എന്നാണ് വിളിക്കാറുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഖാജ തങ്ങളുടെ മകൻ കുറച്ചപ്പുറത്ത് സെൽവാർ ഷരീഫ് അവിടെ ദഅവത്ത് ആരംഭിച്ചു. ബഹുമാനപ്പെട്ടവരുടെ സിസ്റ്റം സ്വഭാവങ്ങളും നോട്ടുകളും ഒക്കെ ഒന്നാണ്. ഒരു പള്ളിയിൽ കമ്മിറ്റിയിൽ സെക്രട്ടറിയും പ്രസിഡന്റും ചൂടനായ അങ്ങനെ ഉണ്ടാവും, അടിച്ചു പൂട്ടും. ഒരാൾ ചൂടാകുമ്പോൾ ഒരാൾ തണുപ്പിക്കാൻ വേണം. വാപ്പയും ഉമ്മയും ചൂടാണെങ്കിൽ മക്കൾ കുഴങ്ങിയ തന്നെ ഓലാകെ പ്രയാസപ്പെടും. അതുകൊണ്ട് വാപ്പ ചൂടാകുമ്പോ ഉമ്മ ചെറിയൊരു തവസ്സുൽ, നിങ്ങൾ ഉണ്ടാന്നാണ്, ഇവിടെ കുട്ടിയാളല്ലേ, ശരിയായിക്കോളും, റെഡി അല്ലേ. അപ്പൊ അതുകൊണ്ട് രണ്ടാളും ഒരേ മാതിരി ആവാൻ പാടില്ല. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹും രണ്ട് റൂട്ടാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞാലും റെഡിയാ. മുത്തുനബി പറഞ്ഞാൽ ഇപ്പൊ പകലാന്ന് പറഞ്ഞാൽ പകല്, രാത്രി എന്ന രാത്രി, പിന്നെ സംശയമൊന്നുമില്ല. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെയല്ല. ഇപ്പൊ രാത്രി എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒന്ന് ഇടപെടും. അത് നമ്മളെ കുട്ടികളൊക്കെ ഉണ്ടാവും, ഇടപെടാൻ പറ്റിയ ആളുകളൊക്കെ അതിൽ. അതുകൊണ്ട് എല്ലാത്തിനും ഉണ്ടാവും അങ്ങനെ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഖാജ തങ്ങളുടെ വലിയ ഒരു ദഅവത്താണ്. ഇൻഷാ അല്ലാഹ് ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് അല്ലാഹു തആല അവിടുത്തെ ആ ഒരു ദൗത്യങ്ങൾ നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നതുപോലെ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ടവർക്കും ഒരു അൽഹംദുലില്ലാഹ് ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കണമെന്ന ഒരു ആഗ്രഹമുണ്ട്. ഈ സദസ്സിൽ വെച്ചുകൊണ്ട് അത് പറയാനും അതിന്റെ ഒരു തുടക്കം ഇൻഷാ അല്ലാഹ് ഭക്ഷണായ പറയണേ കേട്ടോ, അതുവരെയാണ് ഇവരോട് ഇരുത്തുള്ളൂ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു തുടക്കം എന്ന നിലയിൽ ആരെങ്കിലും ഒരാൾ ഒരു 25,000 റുപ്യ ഇൻഷാ അല്ലാഹ് ഭൂമി വാങ്ങാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് ഈ അജ്മീർ ഉറൂസ് അവിടെ വെച്ച് നടത്തണം, നല്ല വിശാലമായ സ്ഥലത്ത്. ആരെങ്കിലും ഈ സദസ്സിൽ നിന്ന് ഇൻഷാ അല്ലാഹ് പറയാൻ ഉണ്ടെങ്കിൽ ഒരു ഉദ്ഘാടനം ഇൻഷാ അല്ലാഹ് ചെയ്താൽ വലിയ സന്തോഷമാണ്. അല്ലാഹു തആല ആ തുടക്കത്തിൽ അല്ലാഹു വലിയ ബറക്കത്ത് അല്ലാഹു നൽകട്ടെ. ഐശ്വര്യത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തആല തുറന്നു കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് 25,000. അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട ഖാജ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ആ തുടക്കത്തിൽ നീ വലിയ ഖൈർ നൽകണം റഹ്മാനെ. ഗരീബ് നവാസ് അക്കാദമി ഒരു പേര് ഞാനാണ് പറയാൻ. ബഹുമാനപ്പെട്ട ഗരീബ് നവാസ് പാവങ്ങളുടെ അത്താണി എന്നാണ്. അൽഹംദുലില്ലാഹ് ഇന്ന് രാവിലെ ഒരാൾ വിളിച്ചപ്പോ ഞാൻ അവർക്ക് പേര് വെച്ചു കൊടുത്തത് ഗരീബ് നവാസ് ഖുർആൻ അക്കാദമി എന്നാണ് ഞാൻ അവർക്ക് പേര് വെച്ചു കൊടുത്തത്. അടുത്ത 25-ാം തീയതി ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ഖാജ തങ്ങളുടെ ആ പേരങ്ങ് വെച്ചു കൊടുത്തു. അൽഹംദുലില്ലാഹ് അത് വലിയ ബറക്കത്താണ്. അതിൽ നമുക്ക് ഒരുപാട് കഴിഞ്ഞ വർഷം ഇതുപോലെ മജ്ലിസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞു, നമുക്ക് ഇൻഷാ അല്ലാഹ് പാവപ്പെട്ട കുട്ടികളെ നമുക്ക് വിവാഹം ചെയ്തു കൊടുക്കണം. അൽഹംദുലില്ലാഹ് ഇന്ന് 4 കുടുംബത്തിന് സാക്ഷിയായി. മിനായിൽ വെച്ചുകൊണ്ട് ഞാൻ ഒരു കൂട്ടുകാരനോട് ഈ വിഷയം ഷെയർ ചെയ്തപ്പോൾ അദ്ദേഹം 10 കുടുംബങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഈ മാസം 15-ാം തീയതി പാലക്കാട് ജില്ലയിൽ നിക്കാഹ് നടക്കുകയാണ്. ഒരുപാട് ആളുകളുണ്ട് സാമ്പത്തികമായുള്ളത്. അതിനൊക്കെ സൗകര്യമാകുന്ന രൂപത്തിൽ തന്നെ ഇൻഷാ അല്ലാഹ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 25,000 അൽഹംദുലില്ലാഹ്. ഇബ്രാഹിം
ഇബ്രാഹിം ഹാജി അൽ മദീന കുമ്പക്കോട് 25,000. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. അൽഹംദുലില്ലാഹ്. അള്ളാഹുവേ, അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് അതിന്റെ മിസ്ൽ സവാബ് നീ എത്തിക്കണം റഹ്മാനെ. ഐശ്വര്യത്തിന്റെ കവാടങ്ങൾ നീ തുറന്നു കൊടുക്കണം അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബ്ദുർ റസാഖ് പാമ്പച്ചാല് ഈ നാട്ടുകാരന് ഇൻഷാ അല്ലാഹ് 25,000. അബ്ദുൽ ഹമീദ് മാണിമൂല, നമ്മളെ മദ്രസ എന്തായി മാണിമൂലത്തെ ഉന്തിയില്ലേ? ഞാൻ വരുന്നുണ്ട് പോ ഞങ്ങളിലേക്ക്. അള്ളാഹു പരിപൂർണ സലാമത്ത് നൽകട്ടെ. ഞാൻ അതിലെ പോകുമ്പോഴൊക്കെ മദ്രസന്റെ പണി തുടങ്ങിക്കണം നോക്കും. എനിക്ക് പിന്നെ വേറൊരു സിസ്റ്റം ഉണ്ട്. ഞാൻ പിരിച്ചു പോന്നാൽ ഞാൻ ഇടയ്ക്ക് ചോദിക്കും. ചിലർക്കത് പറ്റൂല. പിരിച്ചത് ചിലപ്പോൾ അതിനല്ലാതെ ചെലവാക്കി എന്ന് തോന്നിയാലും ഞാൻ ചൂടാവും. ഒരു സ്ഥലത്ത് ഇപ്പൊ എന്നെ പരിപാടി കൊടുക്കൂല. എന്താ കാരണം എന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോ ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു, മുത്തഅല്ലിമീങ്ങൾക്ക് കിടക്കാൻ പായില്ല. ഉസ്താദിന്റെ റൂമിൽ കയറിയപ്പോൾ ഉസ്താദിന്റെ സങ്കടം പറഞ്ഞതാണ്. മുത്തഅല്ലിമീങ്ങൾക്ക് കിടക്കാൻ പായില്ല ഉസ്താദെ, കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, തങ്ങളിപ്പോ അതൊന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോ ഞാന് അൽഹംദുലില്ലാഹ് ആളുകളോട് ചോദിച്ച ആളുകളൊക്കെ മുത്തഅല്ലിമീങ്ങൾ പായും തലയിണൊക്കെ തന്നു. പിറ്റത്തെ കുറി ഞാൻ അവിടെ ചെന്നപ്പോ അവരോട് ചോദിച്ചപ്പോ ആ പായക്ക് കിട്ടിയ പൈസ കൊണ്ട് ശമ്പളം കൊടുത്തു. അപ്പൊ കമ്മിറ്റിക്കാരെ വഷളാക്കി എന്നാണ്. അള്ളാരെ വഷളാക്കിയവൾക്ക് ഇന്നത്തെ പിന്നെ അല്ലേ? അപ്പൊ അതുകൊണ്ട് ഞാനത് ചോദിക്കുമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് ഞാൻ വാണിമൂല എവിടെ എത്തിയത് ഞാൻ കണ്ടിട്ടുണ്ട്, എന്നാലും ചോദിച്ചു എന്നുള്ള വാണിമൂല എന്ന് പറഞ്ഞപ്പോ നമ്മളെ വലിയൊരു ദഅവത്താണ് 313 മദ്രസകൾ. ആ 313 മദ്രസകളിൽ 233 മദ്രസകൾ അൽഹംദുലില്ലാഹ് ഇപ്പോൾ പൂർത്തിയാവുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആ മദ്രസകളിൽ 115 മദ്രസകൾ AC സംവിധാനത്തോടു കൂടെ അൽഹംദുലില്ലാഹ് നിലവിൽ വന്നിട്ടുണ്ട്. ഇപ്പോ ഞാൻ പോന്നപ്പോൾ കുമ്പക്കോട് ആ സ്റ്റേജിന്റെ പണി എന്തായി ഞാൻ നോക്കിയിട്ടാ വരുന്നത്. വൈറ്റ് സിമെന്റ് ഒക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നോക്കിയിട്ടാ വരുന്നത്. ഇല്ലെങ്കിൽ തങ്ങളെയും ഇബ്രാഹിമിനും പൊരിച്ചണം എഴുതി നിൽക്കുകയാണ് എവിടെ പോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ ചോദിക്കുക തന്നെ ചെയ്യും. അതിലാരും പിന്നെ വെറുപ്പൊന്നും കരുതണ്ട. എന്റെ ദഅവത്തിന്റെ സിസ്റ്റം മനസ്സിലായാൽ ഒരു കുഴപ്പമില്ലല്ലോ സഖാവി. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് 25,000 അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നാലാമത്തെ ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 25,000 തരാൻ പറ്റുന്ന നാലാളാരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ ഈ സദസ്സിൽ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ഒരുപാട് മക്കളെ വിവാഹം കഴിക്കണം. അഡ്വക്കേറ്റ് മൂസക്കുഞ്ഞ് ഇൻഷാ അല്ലാഹ് 25,000 രൂപ അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ ഖിദ്മത്തുകളും നീ കബൂലാക്കണം റഹ്മാനെ. അൽഹംദുലില്ലാഹ് റോഡൊക്കെ ശരിയായി. കഴിഞ്ഞ കുറി ചീത്ത പറഞ്ഞ ഞാൻ പിരിച്ചതല്ലെങ്കിലും അതുപോലെയല്ലേ പിരിച്ചത്. ഞാൻ പോന്നപ്പോ കോൺക്രീറ്റ് ഇട്ടേ കണ്ടു. അൽഹംദുലില്ലാഹ്. മറ്റത് എത്ര സമയം ചാടണം. ഈ ചാടലൊന്നും ഒരു പൈസയും തരൂല പൈപ്പ് അല്ലേ? എത്ര ചാടണം. ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുമ്പോ പിന്നെ അവിടെ ഒരു ഭക്ഷണം വേറെ വേണ്ടി വരും. അത്രയും കുഴിയിൽ ചാടിയിട്ട് വേണം പോവാൻ അല്ലേ? അപ്പൊ അതുകൊണ്ട് വലിയ പ്രയാസമാണ്. വല്ല കുഴിയിലും ചാടാതെ നമ്മൾ ഡ്രൈവർ പോന്ന അന്നാളെ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, മൊത്തം കുഴി ചാടി പോന്ന ബാക്ക് എടുത്താണ് എന്റെ ഒരു കുഴി വിട്ടുകണം, അതുകൊണ്ടാണ് ചാടികളാണ് അല്ലേ? ആ സൈസ് കുഴിയാണ് ഇവിടെ. ഇപ്പൊ സുബ്ഹാനല്ലാഹ് നല്ല ഉഷാർ. എത്ര ലക്ഷം രൂപ ചെലവാക്കി? 50 ലക്ഷം രൂപ ചെലവാക്കി ഇൻഷാ അല്ലാഹ്. പക്ഷേ മാനുസ്താദ് കൂടെ പോകുന്നത് ഞാൻ മൂപ്പര് പ്രസംഗിച്ചപ്പോ ഞങ്ങൾ രണ്ടാളെയും കൊണ്ട് കറാമത്തും കൊണ്ട് റെഡിയായി. കനക്കുറി മൂപ്പര് അതിലും പോകുന്നത്, ഞാൻ ഇതിലും പോകുന്നത്. ഞാൻ കഴിഞ്ഞൊരു എന്തായാലും ഇതിൽ കൂടെ റോഡ് ശരിയാകണം എന്ന് പറഞ്ഞ് ഇതായിരുന്നു ഇവരോടൊക്കെ പറഞ്ഞ് എന്തായാലും നിങ്ങളൊക്കെ വലിയ രാഷ്ട്രീയക്കാരായിട്ട് ആഖിറത്തിലെ തവസ്സുലിന് ഇപ്പൊ നിങ്ങളെ പറ്റുമല്ലോ എന്നതിൽ ആലോചിക്കണം. പക്ഷെ ദുനിയാവിലെ തവസ്സുൽ നിങ്ങൾ തന്നെ പറ്റുള്ളൂ. അതുകൊണ്ട് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് ആദ്യം തന്നെ എന്നെ സ്റ്റേജിൽ വന്നപ്പോൾ എന്റെ ചോട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കഴിഞ്ഞ ഒരു പറഞ്ഞ കാര്യം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ഈ ഭാഗം കൂടി ഇൻഷാ അല്ലാഹ് പൂർത്തിയാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, വലിയ ഹിമ്മത്ത് അല്ലാഹു കൊടുക്കുമാറാകട്ടെ, ബദരീങ്ങളെ ഹിഫ്ള് അല്ലാഹു നൽകുമാറാകട്ടെ. രാജ്യത്തിനെ സ്നേഹിക്കുക, ഹുബ്ബുൽ വത്നി മിനൽ ഈമാൻ. രാജ്യത്തിനെ സ്നേഹിക്കുന്ന ഈമാന്റെ ഭാഗമാണ്. അതുകൊണ്ട് റോഡില്ലാത്ത സ്ഥലങ്ങളിൽ റോഡ് എത്തിക്കുക, വെള്ളമില്ലാത്തവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുക, വെളിച്ചമില്ലാത്ത ആളുകൾക്ക് വെളിച്ചം. എത്ര ആളുകൾ സന്തോഷിക്കുന്നുണ്ട്, എത്ര ആളുകൾ. എനിക്കൊക്കെ ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒരുപാട് പാലക്കാട് ജില്ലയുടെ ചില ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ നിലം തൊടാതെ കൊണ്ടുപോകുന്ന ആളുകളുണ്ട് മഹബ്ബത്ത് കൊണ്ട്. കാരണം നമ്മളൊരു ചെറിയ കിണർ കുഴിച്ചു കൊടുത്തിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ഒരു മദ്രസ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും എന്ന്. അൽഹംദുലില്ലാഹ് ഇത് കാണുമ്പോൾ എത്ര സന്തോഷിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത് മുഴുവനും ബഹുമാനപ്പെട്ട ഖാജ തങ്ങളുടെ ഈ ഒരു മജ്ലിസ് ഇവിടെ ആരംഭിച്ചപ്പോ അൽഹംദുലില്ലാഹ് റാഹത്തോടെ സന്തോഷത്തോടെ നടക്കുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.
പ്രിയപ്പെട്ട ഉസ്താദിന്റെ വക 25,000 റുപ്യ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഉപ്പയുടെ ഖബറിലേക്ക് അതിന്റെ മിസ്ൽ സവാബ് അള്ളാഹു എത്തിക്കുമാറാകട്ടെ. ഭാര്യയുടെ ഉപ്പയുടെയും ഖബറിലേക്ക് അതിന്റെ മിസ്ൽ സവാബിന് എത്തിക്കണം റഹ്മാനെ. എല്ലാ ഖിദ്മാത്തുകളിലും നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഐശ്വര്യത്തിന്റെ കവാടങ്ങൾ നീ തുറക്കണം അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി ആരാ ഇൻഷാ അല്ലാഹ് 25,000 തരാൻ പറ്റുന്നവർ? ബിസ്മില്ലാ. 25,000 റുപ്യ അൽഹംദുലില്ലാ. വലിയൊരു മജ്ലിസ് ആവും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. ഇത് തുടങ്ങിയപ്പോൾ ഇങ്ങനെയൊന്നുമില്ല, ചെറുതായി. ഇപ്പോൾ അൽഹംദുലില്ലാ ഈ വർഷം വളരെ പ്രൗഢമാണ്. അൽഹംദുലില്ലാ. ഇനി ആരാ 25,000 റുപ്യ ഇൻഷാ അല്ലാഹ്. ആ സംവിധാനം ഒന്നും പ്രിയപ്പെട്ട നാട്ടുകാർ ഈ നാട്ടിൽ നിന്ന് വിടരുത്. ഇവിടെ എവിടെങ്കിൽ തന്നെ ഇൻഷാ അല്ലാഹ് കുറ്റി അടിക്കണം. അല്ലാഹു തൗഫീഖ് ആക്കട്ടെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. എന്റെ താല്പര്യം അതാണ്. എനിക്ക് ഈ നാടിനോടും വലിയ ഇഷ്ടമാണ്. എനിക്ക് കാണാതെ അറിയുന്ന വളരെ കുറഞ്ഞ നാടുകൾ മാത്രമാണ് കർണാടകയിലുള്ളൂ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഈ നാട് എനിക്ക് നല്ല പരിചയമാണ്. ഇതിലെ പോന്നപ്പോഴൊക്കെ വഴികളൊക്കെ എനിക്ക് കറക്റ്റാണ്. അതുകൊണ്ടാണല്ലോ റോഡ് കോൺക്രീറ്റ് ചെയ്തതൊക്കെ ഞാൻ നേരത്തെ സ്കാൻ ചെയ്ത് പോകുന്നത്. പരിചയമില്ലാതെ രാത്രി എട്ടപ്പാതിന് നേരത്തെ അവിടെ വരാറുള്ളത് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. ഇനി ആരാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 25,000 റുപ്യ തരാൻ പറ്റുന്ന ആൾ ഉണ്ടോ? ഇൻഷാ അല്ലാഹ്. മരിച്ചുപോയ ഉപ്പയുടെ പേരിൽ ഉമ്മയുടെ പേരിൽ ജാരിയായ ഒരു ധർമ്മമാവട്ടെ എന്ന നിലയിൽ ഇൻഷാ അല്ലാഹ് 25,000 റുപ്യ തരാൻ പറ്റുന്ന ആള് എന്താ? പറഞ്ഞോളൂ. ചോറായോ? ആയ പറയണേ. ഇൻഷാ അല്ലാഹ് പകുതി പറയാൻ പറ്റുന്നവരാരാ? 25,000 പകുതി 12,500. രണ്ടാള് പറഞ്ഞ 25,000 ആവുമല്ലോ ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മളെ ഓഡിറ്റോറിയത്തിന്റെ ആളുകളല്ലേ അല്ലേ? സുള്ളിയാ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്ത് അല്ലേ? 2.5 കോടി ഉറുപ്പിന്റെ ഓഡിറ്റോറിയം ഉദ്ഘാടനം ഞാൻ പോയി. AC വെച്ചിട്ടില്ല. ACന്റെ കമ്മിയുണ്ട്. 40,000 റുപ്യ വാടക അല്ലേ? അതെ അല്ല, എനിക്കറിയാം. അപ്പൊ അൽഹംദുലില്ലാ പ്രിയപ്പെട്ട ഹാജിക്കയുടെ വക 25,000 റുപ്യ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. അല്ലാഹു റാഹത്ത് നൽകട്ടെ. ഇന്നലെ ഞാൻ സിദ്ധാപുരം കൊടകിൽ പരിപാടി കഴിഞ്ഞാണ് രാത്രി വഴി ഇങ്ങോട്ട് എത്തുന്നത്. രാത്രി 1 മണിയാകുമ്പോഴും എത്തുന്നത്. അല്ലാഹ് അവിടെയുള്ള പാവങ്ങളാകുന്ന മുഅ്മിനീങ്ങൾ എത്രയോ സമയം ഞാൻ പറഞ്ഞു അടുത്ത വർഷം ഹാജാ പാപ്പയുടെ ഉറൂസും മഹദറത്തുൽ ബദരിയുടെ വാർഷികം നടക്കുമ്പോൾ ആടാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആടാവൂ ഉസ്താദേ? ഞാൻ പറഞ്ഞു ആടാവും. അങ്ങനെ 13 ആട് അൽഹംദുലില്ലാ ആ സദസ്സ് അൽഹംദുലില്ലാ ഏറ്റെടുത്ത് ഇനി എല്ലാ വർഷം ആടാൻ അൽഹംദുലില്ലാ. അല്ലാഹു തആല അവർക്കൊക്കെ അല്ലാഹു ഖൈറും ബറക്കത്തും അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മൾ അൽഹംദുലില്ലാ നമ്മളെ മനസ്സിൽ നമ്മൾ ഇഖ്ലാസോടെയാണ് പ്രവർത്തിക്കുന്നത്. ആ ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കുമ്പോൾ അല്ലാഹു അതിനുള്ള വഴികൾ തുറന്നു തരും. അതിലൊരു സംശയവുമില്ല. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട ഹാജി സുള്ളിയ അല്ലാഹു അവിടുത്തെ എല്ലാ ഖിദ്മാത്തുകളിലും നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഉപ്പിയമ്മയൊക്കെ ഉണ്ട് ഹാജിക്ക? ഉപ്പിയമ്മയുണ്ട് ഹയാത്തില്? ഇല്ലേ? അല്ലാഹു 2 പേർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ജന്നാത്തുൻ നഈമിൽ ഒരുമിക്കാൻ നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ബിസ്മില്ലാ. ആദം ഹാജി അവിടുന്ന് തുടങ്ങേണ്ടീന് ശരിക്കും അല്ലേ? ഇനി ആരാ? അഷ്റഫ് ഹാജി 25,000. അൽഹംദുലില്ലാ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ബറക്കത്ത്. ഉപ്പിയമ്മയൊക്കെ ഉണ്ട് അഷ്റഫ് ഹാജിന്റെ? ആ കമ്മാടി ഉപ്പിയമ്മയൊക്കെ ഉണ്ടോ? ഉപ്പയുമ്മയുണ്ട്. ആ 2 ആള് മരണപ്പെട്ടു പോയി അല്ലേ? അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ജന്നാത്തുൻ നഈമിൽ ഒരുമിക്കാൻ ഈ ഭാഗ്യം നൽകണം റഹ്മാനെ. എന്തിനാ ഞാൻ ഇത് ചോദിക്കുന്നത്? മരിച്ചുപോയ വാപ്പക്കും ഉമ്മക്കും അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ദുആ ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ദാരിദ്ര്യമുണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാത്ത വാപ്പയും ഉമ്മയുമാണെങ്കിൽ ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടി ദ്വാരക്കണം ഇൻഷാ അല്ലാഹ്. ഇത് ഈ മഹല്ലത്തിൽ തന്നെ ഒരു വിശാലമായ സ്ഥലമെടുത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ വിടരുത്. ഞാൻ ബഹുമാനപ്പെട്ട ബദറുസ്സാദ തങ്ങൾ ഉസ്താദിന്റെ അടുക്കലാണ് ഞാൻ പഠിച്ചത്. കോണോമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ഓതിയിരുന്നത്. ഞാൻ അവിടെ ഉസ്താദിന്റെ അടുത്ത് ഓതാൻ പോകുമ്പോ തനാസും ബാബിലാണ് ഓതാക്കുന്നത്. അവിടെ ആ ബൈത്ത് പഠിക്കാനാണ് ഞാൻ അവിടെ വന്നത്. അങ്ങനെ അന്ന് ഞങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് അവിടെ നിന്നുകൊണ്ടും
ഇപ്പോഴുള്ള വലിയ മഅദിൻ എന്ന് പറയുന്ന വലിയ ഒരു പ്രസ്ഥാനത്തിന് കാരണമായി അൽഹംദുലില്ലാ അവിടുന്ന് മാറുന്നത്. ആ മാറുമ്പോൾ ആ മഅദിൻ എവിടെയാവണം എന്ന് ആ നാട്ടുകാർ തീരുമാനിച്ചു. ഇത് ഈ പഞ്ചായത്തിൽ നിന്ന് പോകാൻ പറ്റില്ല. അൽഹംദുലില്ലാ സന്തോഷത്തോടു കൂടെ ഇന്ന് കണ്ണുകൊണ്ട് നോക്കിയാൽ എത്തുന്ന ആ ദൂരത്തിൽ അൽഹംദുലില്ലാ ഉണ്ടാവുകയും അന്ന് ഉസ്താദ് അവറുകൾ ഞങ്ങളോട് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇൻഷാ അല്ലാഹ് ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് വാങ്ങണം. അൽഹംദുലില്ലാ ഇന്ന് ആ സ്ഥലം ആ എന്ന് പറഞ്ഞ ആ സ്ഥലങ്ങൾ എത്രയാണോ ആ വള്ളിയുടെ നീളമുണ്ടായിരുന്നെങ്കിൽ ആ നീളത്തിന്റെ അപ്പുറമുള്ള സ്ഥലം മുഴുവനും അൽഹംദുലില്ലാ മഅദിന് സ്വന്തമാക്കി അല്ലാഹു ബദറുസ്സാദ ഉസ്താദ് അവർ ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ നാട്ടുകാർക്ക് വലിയ പ്രിയങ്കരനാണ് ബഹുമാനപ്പെട്ട സുഖൈഫി. അതുപോലെ സുഖൈഫിക്ക് ഇൻഷാ അല്ലാഹ് ഈ നാട്ടുകാരോടും പ്രിയങ്കരനാണ്. ഇൻഷാ അല്ലാഹ് അത് ആ രൂപത്തിൽ തന്നെ ഇൻഷാ അല്ലാഹ് മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാഹു തആല ഖൈറും ബറക്കത്തും അല്ലാഹു നൽകുമാറാകട്ടെ. ബിസ്മില്ലാ. ഇൻഷാ അല്ലാഹ് 12,500 രണ്ടാള് കൂടി 27. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ വിവാഹം ഇവിടെ നടന്നു. നിങ്ങൾ ആരായിരുന്നു? സഹോദരിയാണ് ഇന്നൊരു വിവാഹം ഇവിടെ നടന്നിട്ടുള്ളത്. 5 പവൻ സ്വർണ്ണല്ലേ ഇവിടെ കൊടുത്തത്. 5 പവൻ സ്വർണം വാങ്ങാൻ ഇന്ന് എത്രയാവും എന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. അതൊക്കെ ഈ സാധു വണ്ടിപ്പാഞ്ഞ് അവിടെ ഇവിടെയൊക്കെ പാടെ ഒപ്പിച്ച് ഇടക്കൊക്കെ ടെൻഷനാകുമ്പോൾ എനിക്ക് വിളിക്കും. അപ്പൊ ഞാൻ ഒരു നല്ലൊരു വാക്കൊക്കെ പറയും. അങ്ങനെ അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് 2 കുടുംബത്തിന് വലിയ താങ്ങായി നിൽക്കാൻ ഇന്ന് 10 പവനം ഉണ്ടാക്കാൻ 7 ലക്ഷം രൂപയോളം ഇന്ന് ചെലവുണ്ട്. ഈ 7 ലക്ഷം രൂപ സമാഹരിച്ചുകൊണ്ട് അൽഹംദുലില്ലാ ഈ സദസ്സിനെ, ഈ നാടിനെ വലിയ ഒരു ഖൈറിന് അൽഹംദുലില്ലാ സാക്ഷിയായിരിക്കുകയാണ്. അല്ലാഹു അതിന്റെ ബറക്കത്ത് അല്ലാഹു ഈ നാട്ടിൽ അല്ലാഹു നൽകുമാറാകട്ടെ. ബിസ്മില്ലാ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അവരുടെ സഹോദരി, അവിടുത്തെ ഒരു അനിയനല്ലേ, ഹാഫിളാണ്, 2 കിഡ്നി നഷ്ടപ്പെട്ട് ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരു സഹോദരി സുഖമില്ല, ക്യാൻസർ രോഗമാണ്. ആ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയെയാണ് ഇന്ന് നമ്മൾ ഇവിടെ വിവാഹം ചെയ്ത് വെച്ചത്. ഇനി ഇതിലും വലിയ കൂലി വേറെ എന്താ കിട്ടാനുള്ളത്? ഇതിലും വലിയ കൂലി എന്താണ് നമുക്ക് കിട്ടാനുള്ളത്? അത് മാത്രം മതി. എപ്പോഴും പാവപ്പെട്ട ആളുകളുടെ ഖൽബിൽ നിന്നുള്ള വലിയ ഒരു പ്രാർത്ഥന നമുക്ക് ലഭിക്കുമ്പോൾ അൽഹംദുലില്ലാ അത് നമുക്ക് വലിയ വഴി തെളിക്കും. ആ കുടുംബം സന്തോഷത്തോടെ ഇൻഷാ അല്ലാഹ് 12,500 ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹു തആല അതിന്റെ ബർക്കത്തും അല്ലാഹു ശിഫ നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. അല്ലാഹ് എന്നെ മഹബ്ബത്ത് വെക്കുന്ന കുടുംബമാണ് ആ കുടുംബം. എപ്പോഴും മർക്കസിൽ ഇടയ്ക്കിടെ വരും, ഉസ്താദിനോട് മന്ദിരിപ്പിക്കും. അങ്ങനെ സന്തോഷത്തോടെ പോവുകയാണ്. അല്ലാഹു ആഫിയത്ത് നീ നൽകണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഇനി ആരാ 12,500 പറയാൻ? 12,500 അൽഹംദുലില്ലാ. ഉപ്പിയമ്മയൊക്കെ ഉണ്ട്. മൂസ ഹാജി എല്ലാ വർഷവും 10,000 രൂപ നമ്മൾ ഈ മജ്ലിസിന് തരാറുണ്ട്. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് 12,500 നമ്മുടെ സ്ഥലത്തിലേക്ക് അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. ഇനി ആരാ 12,500 പറയാൻ? ഞാൻ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബ്ദുൽ ഖാദർ നമ്മുടെ മഹല്ലിന്റെ പ്രസിഡന്റാണ്. അൽഹംദുലില്ലാ. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ദീർഘകാലം ഈ മഹല്ലിന് വേണ്ടി ഖിദ്മ ചെയ്യാൻ അല്ലാഹു വലിയ തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. 12,500. ബിസ്മില്ലാ. അല്ലാഹ് മിസ്ബാഹി ഉസ്താദിന്റെ വക 12,500 രൂപ. ഉപ്പ ഇവിടെയുണ്ട്. അല്ലാഹു തആല അതിന്റെ മിസ്ലി സവാബ് ഉപ്പയുടെ ഖബറിലേക്ക് അല്ലാഹു തആല എത്തിക്കുമാറാകട്ടെ. അനുജ സഹോദരനും 12,500 പറഞ്ഞു. ജ്യേഷ്ഠ സഹോദരനാണ് അഡ്വക്കേറ്റ് മൂസ, 25,000 പറഞ്ഞു. അൽഹംദുലില്ലാ ആ കുടുംബത്തിൽ നിന്ന് 50,000 അല്ലാഹുവേ ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. ഖിദ്മാത്തുകളിലൊക്കെ വലിയ ബറക്കത്ത് നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ ബന്ധങ്ങൾ സ്വർഗ്ഗത്തിലേക്കുള്ള ബന്ധമാക്കി സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഈ ഭാഗ്യം നൽകണം റഹ്മാനെ. അനിയൻ അതെ ബഷീർ പോരണ്ടാക്കി. ബഷീറു അൽഹംദുലില്ലാ. ഇല്യാസ് ഇൻഷാ അല്ലാഹ് ആദമാജിന്റെ പുയ്യാപ്പള 12,500 അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. 2 ലക്ഷമായോ? അല്ലാഹു ഖൈർ നൽകട്ടെ. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് ഇനി ആരാ? അൽഹംദുലില്ലാ 12,500. ഇവിടെയൊക്കെ സ്ഥലത്തിന് വില ഉണ്ടോ? പടച്ചോൻ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയ പെരക്കാരനാണ്. 12,500 ഒരു കുന്ന് കയറണം എന്നുള്ളൂ.
ഇറക്കം വിടുന്നോണ്ട് പ്രശ്നമല്ല. മുഹമ്മദ് ആജി അല്ലേ, അങ്ങനെയല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് നിങ്ങളെ കൽബിലുണ്ട്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നിന്ന് ഉപ്പാപ്പ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് നമുക്ക് കാണണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ വന്ന പ്രിയപ്പെട്ട ലത്തീഫ് അവിടെ പോയി പോയോ? അല്ലാഹു തആല അവർക്ക് ഖൈർ നൽകട്ടെ. ഇന്ന് എൻ്റെ കൂടെ തന്നെ രാവിലെ മുതൽ ഇൻഷാ അല്ലാഹ് നിസാമിന്റെ ഒരു വിവാഹത്തിൽ ഇൻഷാ അല്ലാഹ് മലേഷ്യയിലുള്ള ആളാണ്. അൽഹംദുലില്ലാഹ് അവിടെ ചെന്നപ്പോൾ മർക്കസിന്റെ കുട്ടികൾക്ക് ഈ പ്രാവശ്യ സ്ഥാനവസ്ത്രത്തിന് ചോദിച്ചപ്പോൾ അവന് സഹായിച്ചിരുന്നതുകൊണ്ട് അവന്റെ വിവാഹം ഒന്ന് പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അവിടെ കയറി വേറെ ഒരു സ്ഥലത്ത് അവിടെ ഒരു നിക്കാഹ് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ ഒരു നിക്കാഹ് നടത്തി. അങ്ങനെയാ ഇങ്ങോട്ട് ഓടി വരുന്നത്. അല്ലാഹു തആല അവർക്കൊക്കെ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹ്. 12,500 അസൈനാർ KH. അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു ഖൈർ നൽകട്ടെ, ജാരിയായ സദഖയാക്കി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹ്. ഇനി ആരാ 12,500? ബിസ്മില്ലാഹ്. ബേം പറ, നിർത്താ ബേം പറയണ്ട. അവിടെ ആള് കഴിഞ്ഞാൽ പറയണം, അതുവരെ ആകണം. അബ്ബാസ് ഹാജി അല്ലേ? അബ്ബാസ് ഹാജി ഇൻഷാ അല്ലാഹ് 12,500. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഹാജ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഗരീബ് നവാസ് ഇൻഷാ അല്ലാഹ് അക്കാദമി ഇൻഷാ അല്ലാഹ് തുടക്കം കുറിക്കുകയാണ്. അല്ലാഹു അതിനുള്ള എല്ലാ വഴികളും അല്ലാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. ഈ നാടിന് അൽഹംദുലില്ലാഹ് വെളിച്ചമാകുന്ന രൂപത്തിൽ അൽഹംദുലില്ലാഹ് ആ ഒരു വലിയ സംരംഭമായി നീ കബൂലാക്കണം റഹ്മാനെ. ബിസ്മില്ലാഹ്. ഇനി ആരാ 12,500 പറയാൻ ഉണ്ടോ? ആരെങ്കിലും പറയാം? 5,000 പറയാൻ പറ്റുന്നവരാരാ? കുറെ ആള് ചെറിയ പൈസ. 5,000. കമാൽ ഇന്നിവിടെ മംഗലം കഴിഞ്ഞ ആ പെണ്ണിന്റെ ആങ്ങള 5,000 റുപ്യ. പാവങ്ങളാണ്. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഖൈർ നൽകട്ടെ. അവരുടെ കുടുംബ ജീവിതത്തിൽ നീ സന്തോഷം നൽകണം റഹ്മാനെ. ഇസ്മായിൽ സാദി ഉസ്താദ് കുമ്പക്കോട് പ്രസിഡന്റ്, സെക്രട്ടറിന്റെ ഇവിടെ പ്രസിഡന്റ്. അൽഹംദുലില്ലാഹ് വൃത്തിയായി. ഉറൂസ് കഴിഞ്ഞോ? ഞങ്ങളെ ഇന്നലെ തന്നിട്ടുണ്ട്. ഇന്ന് ഇൻഷാ അല്ലാഹ് മുത്തിനോട് തങ്ങൾ വരുമ്പോ എന്തെങ്കിലും തരാൻ ഞാൻ മോശമല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സയ്യിദ് ഉസ്താദ് 5,000. അൽഹംദുലില്ലാഹ്. അതാ അവിടെ 5,000 റുപ്യ. ലത്തീഫ് സാദി കുമ്പക്കോട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത്. കുമ്പക്കോട്ടേർക്ക് തന്നെ പൈസ അല്ല അടക്കൊക്കെ ഉണ്ട് അവിടെ, അതുകൊണ്ട് വലിയ പൈസ ഒന്നും ആവശ്യമില്ല. പൈസ ആവശ്യം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കൂടി തരും. ഇപ്പൊ നിങ്ങൾ കൂടിട്ട് ഞങ്ങൾ ഇരിക്കാണ്ടോ? എനിക്കറിയാം വരുമാനമൊക്കെ. അടക്കം ഇങ്ങനെ ഉണക്കാവൽക്ക് പണി. അതേ മോഡല് ലോക്കറിൽ ഉണങ്ങുണ്ടാവും. കുറച്ച് മണി കടം തന്നാണ് ഇവിടെ കെട്ടിയിട്ടുണ്ടാക്കാന്. ഇൻഷാ അല്ലാഹ്. ഇനി ആരാ അൽഹംദുലില്ലാഹ് 12,500 തരാൻ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5,000 നിർത്തണം. വേഗം പറയും. ഇൻഷാ അല്ലാഹ്. ചോറനായി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. വേഗം പറഞ്ഞോളൂ. 5,000. അല്ലാഹ്. അടുത്ത വർഷത്തേക്കുള്ള അരിയൊക്കെ ആയോ? അരി എത്ര വെച്ചെന്ന്? അത്ര വെച്ചിട്ടുള്ളൂ. അടുത്ത വർഷത്തെ ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളെ ഉറൂസിലേക്ക് ഇൻഷാ അല്ലാഹ് 5,000 റുപ്യ സ്ഥലത്തേക്കല്ലേ? 5,000. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ജാരിയായ ധർമ്മമാക്കി നീ കബൂലാക്കണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ്. ഇപ്പൊ എത്ര ലക്ഷമായി നോക്ക്. ഇനി അൽഹംദുലില്ലാഹ് നമ്മള് അത് ഞാൻ എപ്പോഴും ചോദിക്കുന്നതാണ്. അത് ഇൻഷാ അല്ലാഹ് ചോദിച്ചാൽ ഞാൻ പോകുള്ളൂ. ഇൻഷാ അല്ലാഹ് 3,20,000 റുപ്യ ആയിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങളൊക്കെ പാടെ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇനി കുറേ വേണം. അൽഹംദുലില്ലാഹ്. ഇനി ആരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു 50 കിലോ അരി തരാൻ പറ്റുന്ന ആള് അടുത്ത കൊല്ലത്തെ നമ്മുടെ അജ്മീർ ഉറൂസിലേക്ക് ബിസ്മില്ലാഹ് ആകണം. 50 കിലോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മൊയ്തീൻ പി. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഖൈർ നൽകട്ടെ. സ്വർഗ്ഗീയ ഭക്ഷണം കഴിക്കാൻ ഈ ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലേ അനിയൻ സഖാഫി. അല്ലാഹു നല്ല സ്വാലിഹീങ്ങളായ മക്കളെ അല്ലാഹു അവർക്കും നമുക്കൊക്കെ അല്ലാഹു നൽകട്ടെ. ബിസ്മില്ലാഹ്. 50 കിലോ. ആരാ ഇനി ഒരാളോട് 50 കിലോ പറയാൻ പറ്റുന്ന ആൾ? 50 കിലോ. അബ്ബാസ് ഹാജ് 1 കിൻഡൽ. അൽഹംദുലില്ലാഹ്. ഇനിയിപ്പോ അങ്ങനെ തങ്ങൾ ചോദിച്ചണ്ടാന്നില്ല. ഒരങ്ങനെ
9 കൊല്ലമായി അത് തന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല അത് വലിയ ഒരു ധർമ്മമായി ഒരുപാട് ആള് ഭക്ഷണം കഴിച്ച അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഫലം നമുക്ക് കിട്ടുകയാണ്. അല്ലാഹു ഖൈർ നൽകട്ടെ. ബിസ്മില്ലാ ബിസ്മില്ലാ. അപ്പൊ അൽഹംദുലില്ലാ 180 കിലോ അരിയായി. ഇനി ഒരു 50 കിലോ അരിയും കൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരാളും കൂടി ഒരു അരി പറയാൻ പറ്റിയ ഒരാൾ ഇവിടെ ഉണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 50 കിലോ അരി തരാൻ പറ്റുന്ന ആള് ഒരാൾ കൂടി. അതാണ് SP അബൂബക്കർ സുല്ലി. അറിയാ അതെ. അൽഹംദുലില്ലാ സുള്ളിയത്താര് നമ്മളെ സ്വന്തം ആളുകളാണ്. ഓലെ ഏപ്പിസ്ഥാനോട് പോയിക്കാണ്ട് വല്ല എന്തായാലും വരണമെന്നൊക്കെ പറഞ്ഞാണ്ട് സ്വിപ്പുണ്ടാക്കിയ ഞാൻ വേറെവിടോ പരിപാടി ഏറ്റീന്. ഉസ്താദ് പറഞ്ഞു പിന്നെ എനിക്ക് ഒരു രക്ഷയില്ല. അങ്ങനെ ഞാനും ചുള്ളിക്കോട് ഉസ്താദും അങ്ങനെ പോന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല ഓഡിറ്റോറിയം. ഞാൻ കുറെ പിന്നെ പോയിരുന്നു നമ്മളെ ഹാവേരിക്കാരെ പരിപാടിക്ക്, KCF-ന്റെ പരിപാടി പോയപ്പോൾ ഞാൻ കുറെ ആളുകൾ അവിടുന്ന് കണ്ടു, അവിടുന്ന് ദുആയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കാരണം മാതൃകാപരമായ രൂപത്തിലുള്ള നല്ല അടിപൊളി. ഇൻഷാ അല്ലാഹ് ഇനി AC-ന്റെ കമ്മി കുറച്ച് കടവുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഒരു 2-3 മാസം വാടക പോയ കടം വീണു തരാണ്ടുള്ളൂ. പിന്നെ കുറച്ച് മൊമെന്റ് കൊടുത്ത കടമുണ്ട്. അതെ മംഗലം ഒന്ന് കഴിച്ചാൽ ഇനിയിപ്പോ ആളുകള് ഓഡിറ്റോറിയം ഉണ്ടെന്ന് കരുതിയാണ്ട് ഒന്നും കൂടി കെട്ടിക്കാണ്ട് സഹകരിക്കൊന്നും വേണ്ട. ഉള്ളത് വരെയൊക്കെ എന്ത് ചെയ്താൽ മതി, കൊണ്ടുപോയാൽ മതി. ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ 50 കിലോ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഉപ്പീമയൊക്കെ ഉണ്ടോ? ഉണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകട്ടെ. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് 2 കിൻഡലായി. ഇൻഷാ അല്ലാഹ് ഇനി ഒരാടിനെ പറയാൻ പറ്റുന്ന ആളുകൾ ആരാ അടുത്ത വർഷത്തേക്ക്? ഇൻഷാ അല്ലാഹ് മുഹമ്മദ് പറഞ്ഞ ആള് 25 കിലോ അരി. ഇനി അരി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവട്ടെ ഈ ചെമ്പ്. അരിയേറ്റോ ഇറച്ചിയേറ്റോ ഒക്കെ ഉണ്ടാവും. ഇനിയിപ്പോ അരി തന്നെ ആയിക്കോണമെന്നില്ല. ഇൻഷാ അല്ലാഹ്. ഇനി ആരാ ഒരാടിനെ തരാൻ? ഒരു ബർക്കത്തിന് ഒരാൾ പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ. ഒരാട് ഉണ്ടാ? ആരും ഇല്ലേ? പേര് പറയും. ആടിനെ പറഞ്ഞ ആള് പറയും. ഇയാൾക്ക് മാത്രമുള്ള ബിരുദാണ്. അൻസാർ ഫാദിലി ഉസ്താദിന്റെ വക ഒരാട്. അല്ലാഹ് അയാൾ ഇൻഷാ അല്ലാഹ് അയാളെ മഹല്ലില് വേറൊരാട്. ഏതാണ് ആ മഹല്ല്? എന്നാ അങ്ങോട്ട് മാറ്റിയ ഈ പരിപാടി. 2 ആട് അവിടുന്നാണെങ്കിൽ 2 ആട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 3-ാമത്തെ ആട് അബ്ദുള്ള CH. ഇൻഷാ അല്ലാഹ് 3-ാമത്തെ ആട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഖൈർ നൽകട്ടെ. അൽഹംദുലില്ലാ. ഇനി ആരാ? നമ്മള് ചെറുക്കന്മാരൊക്കെ പടം കൊടുത്ത് തരലുണ്ടല്ലോ ഇവിടെ അല്ലേ? നമ്മളെ കുട്ടികള് ഇന്നൊരു പുതിയ കുപ്പായ കടിച്ചിട്ടുണ്ടല്ലോ. കുറെ പുള്ളി കുപ്പായം കാണുന്നുണ്ട്. എന്താ സംഗതി? വളണ്ടിയേഴ്സാ? ഉഷാറായി. അതന്നെയാണ് ഫ്രണ്ട്സാരാണ് ഈ ചോദിക്കണേ. അൽഹംദുലില്ലാ. ഫ്രണ്ട്സ് പയമ്പിച്ചാൽ ഇൻഷാ അല്ലാഹ് 40,000 റുപ്യ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. എന്തായാലും 40 50 അൽഹംദുലില്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനേ. ആ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയിൽ നീ ബറക്കത്ത് നൽകണം അല്ലാഹ്. അവരുടെ കച്ചവടങ്ങളിലും ജോലികളിലും പഠനങ്ങളിലും നീ ബറക്കത്ത് നൽകണം റഹ്മാനേ. സാഹിരീങ്ങളുടെ സിഹറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. വാലിമീങ്ങളുടെ ദുൽമിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. ചതിയന്മാരുടെ ചതിയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം റഹ്മാനേ. 50,000 റുപ്യ 5 ആട് എന്തായാലും കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പൊ അൽഹംദുലില്ലാ 5 3 8ആയി. ഇനി ആരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 9-ാമത്തെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാ? ഒരാടിനെ തരാം. ആട് പിന്നെ മുറിച്ചാൻ പറ്റൂലല്ലോ. വാതിലൊക്കെ ആണെങ്കിൽ ഒരു പൊടി അങ്ങോട്ടും വാങ്ങാം. മദ്രസക്കൊക്കെ നമ്മൾ അങ്ങനെ വാങ്ങിയേ അല്ലേ? നമ്മളെ ബെഞ്ചൊക്കെ അവിടെ ഇല്ലേ? കേടെത്തിയില്ലല്ലോ. ഇനി ആരുണ്ടോ? അൽഹംദുലില്ലാ. 3,333 റുപ്യ 3 ആള് പറഞ്ഞാൽ 10 റുപ്യോ. 9-ാമത്തെ ആട് 3 ആള് കൂടിയിട്ടേക്കോട്ടെ. ഒരു 3,333. 3,000. അല്ലാഹ് തങ്ങളുപ്പന്റെ വക ഒരാടാ. 3,000 അങ്ങനെ പറയണം ഇവിടെ. അങ്ങനെ നിങ്ങൾക്ക് തിരിയുള്ളൂ. 3,000 പറഞ്ഞാൽ തിരിയൂല.
3333 അങ്ങനെയല്ലേ? റെഡിയാ? തങ്ങളുപ്പന്റെ വക അൽഹംദുലില്ലാഹ് തുടക്കം കുറിച്ചിരിക്കണം. തങ്ങളുപ്പൻ ഉപ്പാപ്പയുടെ ഇൻഷാ അല്ലാഹ് ആണ്ട് നിർത്താൻ എന്നതിന് 5-ാം തീയതി അല്ലേ? അൽഹംദുലില്ലാഹ് 5-ാം തീയതി നടക്കണം. അതൊക്കെ നല്ല റാഹത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് ഈ സദസ്സ് അല്ലാഹു തആല ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് അൽഹംദുലില്ലാഹ് സദസ്സ് അല്ലാഹു കബൂലാക്കട്ടെ. തങ്ങളുപ്പൊക്കെ നല്ല സ്വാലിഹായ മക്കൾ അല്ലാഹു കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്. ആരാ ഇനി തങ്ങളുപ്പന്റെ കൂടെ രണ്ടാൾ കൈപ്പൊക്ക്? ബിസ്മില്ലാ. ആകണം. ഒരാൾ വേറൊരാൾ 4 അസൈനാര് ഇൻഷാ അല്ലാഹ് 4 ആളായി. അല്ലാഹു തആല 4 ആൾക്ക് അല്ലാഹു ബർക്കത്ത് തരട്ടെ. അൽഹംദുലില്ലാഹ്. ആകണം. 5-ാമത്തെ ഒരാളാരാ? 3333 പറയാൻ പറ്റും? ബിസ്മില്ലാ. 3333 ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലത്തെ ഉറൂസിലേക്ക് ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാ. ആകണം. അജയ് നേരത്തെ 5000 രൂപ തന്നിട്ടുണ്ട്. 3333 ഇതാരോ എഴുതുന്നത്? സുബ്ഹാനല്ലാഹ്. ഇതിന്റെ ബാക്കിൽ എന്നാ എഴുതിക്കണേ? റിഫായി ശേഖന്റെ കട 3333 കബീർ. അല്ലാഹു ബർക്കത്ത് തരട്ടെ. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ്. ഇനി ആരാ 3000 പറയാൻ? ഫ്രണ്ട്സാർ ഇപ്പൊ ഒന്നും കൂടി തരുന്ന വേണ്ടി എന്തെങ്കിലും ഇപ്പൊ ശരിയാവുള്ളൂ. അനീഫ് അല്ലേ? 3333 അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് തരട്ടെ. അൽഹംദുലില്ലാഹ്. ഇനി നമ്മൾ ദ്വാരക്കാൻ ഇൻഷാ അല്ലാഹ് അങ്ങനെ ആയിക്കോളും. ഇനി ബാക്കിയൊക്കെ അല്ലാഹ് ഓടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല പെട്ടെന്ന് പൂർത്തീകരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും വസയ്യിനു അൽസിനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിഷമല്ലാത്തവരൊക്കെ ഒന്ന് എണീറ്റ് നിന്നോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. യാ ഹയ്യു യാ ഖയ്യൂം 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 യാ ഹയ്യു യാ ഖയ്യൂം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. യാ അല്ലാഹു യാ അല്ലാഹ് യാ ലതീഫ് യാ അല്ലാഹ് യാ നൂറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് വൻളുർ ഇലൈനാ വൻളുർ ഇലാ മജ്ലിസിനാ ഹാദാ برحمتك ولطفك وكرمك وجودك يا أكرم الأكرمين. يا الله يا الله. സാധുക്കളാണ് പാപികളാണ് അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ അവസാനം നന്നാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലാഹ്. സാഹിരീങ്ങൾ
ളാലിമീങ്ങളുടെ സിഹറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. ളാലിമീങ്ങളുടെ ദുൽമിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. ചതിയന്മാരുടെ ചതിയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. അല്ലാഹുവേ ഈ സദസ്സ് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം അല്ലാഹ്. വീടില്ലാത്തവർക്ക് നീ വീട് നൽകണം അല്ലാഹ്. വഴിയില്ലാത്തവർക്ക് നീ വഴി നൽകണം അല്ലാഹ്. വെള്ളമില്ലാത്തവർക്ക് നീ വെള്ളം നൽകണം അല്ലാഹ്. വെളിച്ചമില്ലാത്തവർക്ക് നീ വെളിച്ചം നൽകണം അല്ലാഹ്. ഒരാളെ മുമ്പിലും സ്വന്തം കാര്യത്തിന് വേണ്ടി യാചിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് നീ തരല്ല അല്ലാഹ്. സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരാളെ മുമ്പിലും യാചിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് നീ തരല്ല അല്ലാഹ്. അല്ലാഹുവേ ഹാജാ തങ്ങളുടെ നോട്ടമുള്ള മജ്‌ലിസാക്കണം അല്ലാഹ്. ഹാജാ തങ്ങളുടെ മകൻ ഫഖറുദ്ദീൻ തങ്ങളുടെ നോട്ടമുള്ള മജ്‌ലിസാക്കണം അല്ലാഹ്. ഹാജാ തങ്ങളുടെ പേരമകൻ ഉസാമുദ്ദീൻ സാമ്പാർ ശരീഫ് മഹാനവരുടെ ഹളറത്ത് നോട്ടമുള്ള മജ്‌ലിസാക്കി നീ മജ്‌ലിസിനെ ഖബൂലാക്കണം അല്ലാഹ്. യാ ഗരീബ് നവാസ്, യാ ഗരീബ് നവാസ്, യാ ഗരീബ് നവാസ്. ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളുടെ ഹിഫ്ള് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ അവിടുത്തെ ഹിഫ്ള് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളെ ഉപ്പമാർ, ഉപ്പാപ്പമാർ, ഉമ്മമാർ, ഉമ്മാമ്മമാർ, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ പലവരും മരിച്ചുപോയി. അല്ലാഹുവേ അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളെ ഖബർസ്ഥാനിൽ കിടക്കുന്ന ധാരാളം ഉപ്പമാര്, ഉമ്മമാര്, അല്ലാഹുവേ നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. ജന്നാത്തുൻ നഈമിൽ ഒരുമിക്കാൻ നീ ഭാഗ്യം നൽകണം അല്ലാഹ്. ഒരു ദിവസം ഞങ്ങൾക്ക് മരണമുണ്ട്. അത് എവിടെ വെച്ചാണ് എപ്പോഴാണെന്ന് ഞങ്ങൾക്ക് അറിയുകയില്ല. ആളുകൾ മുഴുവനും ക്ഷണിക്കാതെ ഒരു വാട്സപ്പ് സന്ദേശം കേൾക്കുമ്പോൾ ഓടിക്കൂടുന്ന ഒരു ദിവസം ഞങ്ങൾക്ക് വരാനുണ്ട്. സുബ്ഹാനല്ലാഹ്. ജീവിതത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കാത്ത ആളുകൾ ഞങ്ങളെ കുളിപ്പിക്കുന്ന രംഗമുണ്ട്. സുബ്ഹാനല്ലാഹ്. ജീവിതത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കാത്ത വസ്ത്രങ്ങൾ ഞങ്ങളെ ധരിപ്പിക്കുന്ന രംഗമുണ്ട്. ജീവിതത്തിൽ ഞങ്ങൾ കിടക്കാൻ ആഗ്രഹിക്കാത്ത കട്ടിലിൽ ഞങ്ങളെ കടത്തുന്ന രംഗമുണ്ട്. ആളുകൾ മുഴുവനും ഞങ്ങളെ പൊക്കിക്കൊണ്ടു പോകുന്ന രംഗമുണ്ട്. 6 അടി മണ്ണിന് താഴെ വെച്ചുകൊണ്ട് കുടുംബങ്ങൾ ഞങ്ങളെ ശരീരത്തിലേക്ക് സുബ്ഹാനല്ലാഹ് 3 പിടിവാരി എറിഞ്ഞുകൊണ്ട് അവസാനം എല്ലാവരും പിരിയുമ്പോ ആ ഖബറിൽ ഞങ്ങൾക്ക് കൂട്ടായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ഓരോ നബിമാരും നഫ്സി 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 എന്ന് വിളിക്കുമ്പോ ഉമ്മത്തിയാ ഉമ്മത്തിയാ ഉമ്മത്തി എന്ന് വിളിക്കുന്ന ഏക നബിയുണ്ടെങ്കിൽ അത് ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്ത് നബിയുടെ ശഫാഅത്ത് ലഭിക്കുന്ന ഉമ്മത്തീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട പ്രിയപ്പെട്ട സുഖൈഫിയും കൂടെയുള്ള ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റിയും മറ്റു ഉസ്താദുമാരും ഈ നാട്ടുകാരും എല്ലാവർക്കും നീ ഖൈറ് നൽകണം അല്ലാഹ്. ഈ മജ്‌ലിസിലേക്ക് ഇന്ന് അരി തന്നവരുണ്ട്, മാംസങ്ങൾ തന്നവരുണ്ട്, പച്ചക്കറി നൽകിയവരുണ്ട്, ഇതിനാവശ്യമാകുന്ന ചെലവുകളിലേക്ക് ലക്ഷങ്ങൾ സഹായിച്ച ആളുകളുണ്ട്. എല്ലാവർക്കും നീ ഖൈറ് ചൊരിയണം അല്ലാഹ്. ഇവിടെ ഭക്ഷണം പാകം ചെയ്ത സഹോദരങ്ങളുണ്ട്, അത് പാകം ചെയ്തവരുണ്ട്, അത് പേക്ക് ചെയ്തവര്, സപ്ലൈ ചെയ്യുന്ന ആളുകൾ, ഇതിനു വേണ്ടി ദിവസങ്ങളോളം കഷ്ടപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ എന്റെ ചെറുപ്പക്കാരുൾപ്പെടെ നീ ഖൈറ് നൽകണം റഹ്മാനേ. ആരെല്ലാം എന്തെല്ലാം ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഈ മജ്‌ലിസിൽ വന്നോ, ഇതിന്റെ ഖാദിമീങ്ങളായോ, എല്ലാവർക്കും നീ റാഹത്ത് നൽകണം അല്ലാഹ്. നീ സന്തോഷം
സന്തോഷം നൽകണം അല്ലാഹ്. നിശ്ചയിച്ച വിവാഹങ്ങളൊക്കെ റാഹത്തോടെ നടത്താൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. നിശ്ചയിച്ച വിവാഹങ്ങളൊക്കെ റാഹത്തോടെ നടത്താൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. എല്ലാവിധ കെണിവലകളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണം റഹ്മാനേ. ഞങ്ങൾ ഉണ്ടാക്കുന്ന മദ്രസകൾ, പള്ളികൾ നീ കബൂലാക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾ എത്രയോ വിഷയങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും കൈ നീട്ടാറുണ്ട്. ആ കൈ നീട്ടുമ്പോൾ അതിന്റെ ലക്ഷ്യങ്ങൾ നിനക്കറിയാം. അല്ലാഹുവേ, നീ ഖൈർ ചൊരിയണം അല്ലാഹ്. ഇവിടുത്തെ മൈക്ക് ഓപ്പറേറ്റർ ഉണ്ട്, അതുപോലെ മീഡിയ പ്രവർത്തകന്മാരുണ്ട്. മീഡിയയിൽ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകളുണ്ട്. എല്ലാവർക്കും നീ റാഹത്ത് നൽകണം അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ജ്യൂസൊക്കെ അൽഹംദുലില്ലാഹ് ഇവിടെ അടിച്ചു വന്ന ചെറുപ്പക്കാർ, ഫ്രണ്ട്സ്, നമ്മുടെ മക്കള് അൽഹംദുലില്ലാഹ് എല്ലാ വർഷവും 50,000 ലക്ഷങ്ങളും ഒക്കെ സഹായിക്കുന്നവരാണ്. അടുത്ത വർഷത്തേക്ക് നൽകിയവരും ഇവിടെ ജ്യൂസ് അടിച്ചു തന്നവരും അങ്ങനെ കാപ്പി കൊടുത്തവരും ചായ കൊടുത്തവരും ഉസ്താദുമാരിവിടെ വന്നപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്ത വീട്ടുകാർ ഉൾപ്പെടെ ഞാൻ ഇവിടെ വരാൻ അൽഹംദുലില്ലാഹ് എനിക്ക് സഹായിച്ച ഒരുപാട് വാഹനങ്ങൾ ഒക്കെയുണ്ട്. ഇവിടത്തേക്ക് എത്താൻ കഴിയാത്തതുകൊണ്ട് എൻ്റെ ഡ്രൈവർമാരെ ഇന്നലെ ഞാൻ രാത്രി തന്നെ കൊടകിൽ നിന്ന് കൊണ്ടുവന്ന് ഇൻഷാ അല്ലാഹ് ഇപ്പോഴാണ് അവർ തിരിച്ചു പോകുന്നത്. എനിക്ക് വീണ്ടും ഇനി യാത്രകൾ ഇവിടെ തുടരാനുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ഖൈർ നൽകണം റഹ്മാനെ, ഹിഫ്ള് നൽകണം റഹ്മാനെ. ഈ സ്റ്റേജിലും സദസ്സിലുമുള്ള ഒരുപാട് ഉസ്താദുമാർ, സാദാത്യങ്ങൾ, ഈ 2-4 കുടുംബത്തിന് അൽഹംദുലില്ലാഹ് വലിയ അത്താണിയായി ഇൻഷാ അല്ലാഹ് 10 പവനം സ്വർണം നൽകാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് സഹായിച്ച ധാരാളം ആളുകൾ. അല്ലാഹു എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണം റഹ്മാൻ. ഈ വർഷം നമ്മുടെ SSFന്റെ പ്രവർത്തകന്മാർ ഈ മജ്‌ലിസിലേക്ക് 1,10,10,000 രൂപ അൽഹംദുലില്ലാഹ് നൽകിയിട്ടുണ്ട്. ഇതൊരു മാതൃകയാണ്. ഇവിടുത്തെ ചെറുപ്പക്കാർ അൽഹംദുലില്ലാഹ് മാതൃകയാണ്. അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാഹ് ഇതൊരു ഗ്രാമമല്ല, ഇത് അൽഹംദുലില്ലാഹ് ഒരു മദീനയാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഖൈർ നൽകട്ടെ. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട ഖാജ തങ്ങളുടെ നോട്ടമുള്ള മജ്‌ലിസാക്കി നാടാക്കി അൽഹംദുലില്ലാഹ് ഈ പ്രദേശത്തെ മാറ്റി അൽഹംദുലില്ലാഹ് വലിയ ഐശ്വര്യം നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, വലിയ ഐശ്വര്യം നീ നൽകണം റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക. ഇൻഷാ അല്ലാഹ് ഹുസ്നുൽ ഖവാത്തിം നാരിയത്ത് സ്വലാത്ത് വാർഷികം സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ തങ്ങൾ ആണ്ട് നേർച്ച ഇൻഷാ അല്ലാഹ് ഈശ്വരമംഗലം ത്വയ്ബയിൽ ഇൻഷാ അല്ലാഹ് 31 മുതൽ 31 അല്ലേ ഇൻഷാ അല്ലാഹ് ജനുവരി 31 ഫെബ്രുവരി 1 തീയതിയിൽ നടക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇൻഷാ അല്ലാഹ് അതിൽ ക്ഷണിക്കുകയാണ്. എല്ലാവരും സാധുവായി എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന വസിയത്തോടെ അവസാനം നിങ്ങളെ കയ്യിലുള്ള ചെറിയ ഒരു ഹദിയ ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ കൈ, ഇങ്ങോട്ടുള്ളതല്ല, അതെന്റെ സദസ്സിന്റെ സമാപനം ഞാൻ ഉണ്ടാക്കുന്ന മദ്രസകൾക്ക് വേണ്ടി കൈ ഞാൻ നീട്ടും. അത് അൽഹംദുലില്ലാഹ് അങ്ങനെയാണ് ഒരു പ്രദേശം പോകുന്നത്.